വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സേന കടത്തിക്കൊണ്ടുപോയതും ബന്ധിയാക്കിയതും നാളെ ന്യൂയോർക്കിൽ കോടതിയിൽ ഹാജരാക്കുന്നതും അവിടെ അദ്ദേഹത്തെ ട്രയൽ നടത്താൻ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിലെ കമ്മികൾ വലിയ സങ്കടത്തിലും ദുഃഖത്തിലുമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം, അമേരിക്കൻ ആധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ വിഷമിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരു രാഷ്ട്രം, ഒരു പരമാധികാര രാഷ്ട്രത്തിൽ അതിൻ്റെ നേതാവിനെ, അതിൻ്റെ പ്രസിഡന്റിനെ തന്നെ വന്ന് ഒരു രാത്രിയിൽ ഒരു 2.5 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനിലൂടെ അയാളെ കടത്തിക്കൊണ്ടു പോവുക, ബന്ധിയാക്കുക എന്ന് പറയുന്ന ഒരു ആധുനിക ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒന്നാണ്. സമാനതകളില്ലാത്തതാണ്. അതിനെതിരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ, അഹങ്കാരത്തിനെതിരെ എന്തായാലും സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ കമ്മികൾ ഇവിടെ കരഞ്ഞു വിളിക്കുന്നത് പോലെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ രീതികളിലൂടെ മാത്രം പ്രവർത്തിക്കുകയും നാടിന് നന്മ മാത്രം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിശുദ്ധനൊന്നുമല്ല നിക്കോളാസ് മഡ്യൂറോ. വ്ളാദിമിർ പുടിന് ശേഷം ലോകം കണ്ട മറ്റൊരു സ്വേച്ഛാധിപതിയാണ് വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ. അമേരിക്ക കടത്തിക്കൊണ്ടു പോയില്ലായിരുന്നെങ്കിൽ വെനസ്വേലക്കാർ ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് ആ നാടിനെ എത്തിച്ച വ്യക്തിയാണ് ഇയാൾ. നമ്മുടെ നാട്ടിൽ ദേശാഭിമാനി, പോരാളി ഷാജി ഗ്രൂപ്പുമൊക്കെ ഹീറോയാക്കുന്ന അമേരിക്ക ബന്ധിയാക്കിയപ്പോൾ സഖാക്കൾ തെരുവിൽ കരയുന്ന ആ മഡൂറോ ആധുനിക ലോകത്തെ ഹിറ്റ്ലറാണെന്ന് വേണമെങ്കിൽ പറയാം. കൊലയൊന്നും നടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് മൂന്നാമത് മഡൂറോയ്ക്ക് അധികാരം കിട്ടിയതോടെ വെനിസ്വേല എന്ന പട്ടിണി രാജ്യത്തിൽ നിന്നും രാജ്യം വിട്ടത് 75 ലക്ഷം ആളുകളാണ്. വെനസ്വേലയിൽ 2024 ജൂലൈയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അത്യന്തം വിവാദപരമായിരുന്നു. നിക്കോളാസ് മഡുറോയുടെ വിജയം വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ എഡ്മണ്ടോ ഗോൺസാലസ് ഏകദേശം 67% വോട്ട് നേടി വൻ വിജയം വരിച്ചിട്ടും സർക്കാർ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഇലക്ട്രൽ കൗൺസിൽ മഡുറോ 51.2% വോട്ട് നേടി വിജയിച്ചതായി പ്രഖ്യാപിച്ചു. അതായത് ഇവിടുത്തെ കമ്മികൾ തലതല്ലിക്കരയുന്ന മഡുറോയുടെ യഥാർത്ഥ മുഖം നാം ഒക്കെ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. ലോകത്തെ ഏറ്റവും അധികം എണ്ണ സമ്പത്തുണ്ടായിട്ടും വെനസ്വേല എന്നൊരു രാഷ്ട്രം പട്ടിണി രാഷ്ട്രമായി പോയത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാക്കും. ഇടതുപക്ഷം പറയുന്ന ഒരു പ്രധാന കാരണം വെനസ്വേല സാമ്പത്തികമായി തകരാൻ കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. ഉപരോധം വരുന്നതിന് മുൻപ് തന്നെ വെനസ്വേല തകർന്നു തരിപ്പണമായ രാഷ്ട്രമാണ്. ഓയിൽ കമ്പനികളെ എല്ലാം നാഷണലൈസ് ചെയ്ത് ദേശസാൽക്കരിച്ചു. അതിന്റെ എല്ലാം തലപ്പത്ത് നമുക്കറിയാം, ഒരു ഓയിൽ കമ്പനി കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യണമെങ്കിൽ അതിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യമുണ്ട്. കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന ആളുകൾ ആയിരിക്കണം അതിൻ്റെ തലപ്പത്തുണ്ടായിരിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണമെന്ന് മനസ്സിലാക്കുന്ന ബോധമുള്ളൊരു ഭരണകർത്താക്കളും ഉണ്ടാവണം. പക്ഷേ മഡുറോ അധികാരത്തിലെത്തിയതോടുകൂടി ഇതിൻ്റെ എല്ലാം തലപ്പത്ത് എഞ്ചിനീയേഴ്സ് ആയിരുന്നവരെ മാറ്റി പാർട്ടിയുടെ സിൽബന്ദികളെ നിയമിച്ചു. ഇന്നലെ ഓയിൽ പ്രൊഡക്ഷൻ പൂർണ്ണമായും നശിച്ചു. ഓയിൽ വെല്ലുകൾ വേണ്ട വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. മിഷനറികൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീമനാണ് റിലയൻസിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇവിടെയുള്ള CPM-കാർ പിടിച്ചെടുക്കുകയും ഇവിടെയുള്ള ഏതെങ്കിലും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിമാർ, ഏരിയ സെക്രട്ടറിമാരും പോയി റിലയൻസ് ഭരിക്കാൻ പോയാൽ അതെങ്ങനെ കൂപ്പുകുത്തുമോ അതുപോലെ തന്നെയാണ് വെനസ്വേലയിലും സംഭവിച്ചത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രൈസ് കൺട്രോൾ വെച്ചതോടെ ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ ജനങ്ങൾക്ക് ഇൻസെന്റീവ് ഇല്ലാതായി. ഇതൊരു ബ്ലാക്ക് മാർക്കറ്റ് വളർന്നു. തെറ്റായ കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തെ തകർത്തു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വെനസ്വേല. കമ്മ്യൂണിസ്റ്റുകാർ ചൈനയെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ചൈനയിൽ കമ്മ്യൂണിസം അവരുടെ പേരിൽ മാത്രമേ ഉള്ളൂ. അവർ ക്യാപിറ്റലിസത്തിലൂടെ രക്ഷപ്പെട്ട രാഷ്ട്രമാണ്. എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായി കാർഷിക രംഗം തകർന്നു, ഇൻഡസ്ട്രികൾ തകർന്നു തരിപ്പണമായി, പണപ്പെരുപ്പം ഏറ്റവും ഭീകരമായി വർദ്ധിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഉപരോധം വരുന്നതിന് മുൻപ് തന്നെ വെനസ്വേല പൂർണ്ണമായും അർത്ഥത്തിൽ സാമ്പത്തികമായി, രാഷ്ട്രീയമായി തകർന്നടിഞ്ഞിരുന്നു. രൂക്ഷമായ തൊഴിലില്ലായ്മ, പട്ടിണി, തകർന്നടിഞ്ഞ ക്രമസമാധാനം, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആ രാജ്യത്തിലുണ്ട്. അതിനിടെയാണ് നിക്കോളാസ് മഡുറോ എന്ന ഏകാധിപതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. ഇദ്ദേഹത്തിന് വലിയ ചരിത്രമുണ്ട്. അതായത് വെറും ഒരു ബസ് ഡ്രൈവറായി കരിയർ തുടങ്ങിയ വ്യക്തിയാണ് ഒരു രാജ്യത്തെ മൊത്തം കൈവെള്ളയിൽ ഒതുക്കുന്ന നേതാവായി വളർന്നത്. ബസ് ഡ്രൈവറായിരുന്നു, തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു, ഈ ഹ്യൂഗോ ഷാവേഴ്സിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു. പക്ഷേ ജനപ്രീതിയിലും വ്യക്തിപ്രഭാവത്തിലും ഒന്നും ഹ്യൂഗോ ഷാവേഴ്സിന്റെ 4 അയലത്ത് പോലും എത്താൻ മഡുറോയ്ക്ക് സാധിച്ചില്ല. 92 അട്ടിമറി ശ്രമത്തിനിടെ ഷാവേഴ്സ് അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ മഡുറോ ഉണ്ടായിരുന്നു. അമേരിക്കൻ നയങ്ങളെ എതിർത്ത് അതിൽ വിമർശകനായ ഹ്യൂഗോ ഷാവേഴ്സ് അധികാരത്തിലെത്തിയപ്പോൾ 6 വർഷത്തോളം ഈ മഡുറോ വിദേശകാര്യമന്ത്രിയായി. 99 മുതൽ 2013 വരെ രാജ്യം ഭരിച്ച ഹ്യൂഗോ ഷാവേഴ്സിന്റെ നിഴൽ പോലെയായിരുന്നു മഡുറോ. ക്യാൻസറിന് മുന്നിൽ 56-ാം വയസ്സിലാണ് ഷാവേഴ്സ് മരിക്കുന്നതുവരെ ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി മഡുറോ അവതരിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ആരംഭിച്ചു. മഡുറോയ്ക്ക്
തൊട്ടടുത്ത് വന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കം കുറഞ്ഞ വിജയമേ നേടാനായുള്ളൂ. 2018 മേൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി രണ്ടാമൂഴത്തിൽ വരുന്നു. 40% പേർ മാത്രം വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളൊന്നും സജീവമായി പങ്കെടുത്തില്ല. അതുകൊണ്ടാണ് ഇയാൾ ജയിക്കുന്നത്. പിന്നീട് നടന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ മഡുറോ പൂർണ്ണമായും അർത്ഥത്തിൽ ഇടറി വീണു. ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. പക്ഷേ ഈ പ്രശ്നം മഡുറോയുടേത് മാത്രമായിരുന്നില്ല. ഷാബസ് തന്നെ സൃഷ്ടിച്ചാണ്. അത് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾ ഒറ്റയടിക്ക് ഷാബസ് ദേശസാൽക്കരിച്ചു. അതായത് സർക്കാർ സ്ഥാപനങ്ങളാക്കി മാറ്റി. അവിടെയെല്ലാം സ്വന്തം പാർട്ടിക്കാരെ, അനുയായികളെ, പാർശ്വവർത്തികളെയും ഒക്കെ കുത്തിക്കയറ്റി. ഇടയ്ക്കിടയ്ക്ക് അമേരിക്കൻ വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തി വലിയ വായിൽ വിപ്ലവം പ്രസംഗിച്ച് നടന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വെനസ്വേലയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയി. സർക്കാർ പിടിച്ചെടുത്ത ഭൂമി കൃഷിക്കോ വ്യവസായങ്ങൾക്കോ ഉപയോഗിക്കാതെ തരിശു ഭൂമിയായി മാറി രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. എക്സോൺ മൊബിൽ അടക്കമുള്ള ഭീമൻ നിക്ഷേപകർ രാജ്യം വിട്ടു. ലോകത്തെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്കുള്ള രാഷ്ട്രമാണെന്ന് വെനസ്വേല. കറൻസിയായി ബൊളിവറിന് കടലാസ് വില മാത്രമേ ഉള്ളൂ. ഒരു ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ ഒരു കെട്ട് കറൻസി കൊടുക്കേണ്ടുന്ന ഗതികേടിലേക്ക് ആ രാഷ്ട്രം മാറി. കറൻസികളൊക്കെ, പുതിയ കറൻസികൾ, മൂല്യമുള്ള കറൻസികളൊക്കെ വ്യാപകമായി അച്ചടിച്ചു. പെട്രോ എന്ന ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്നു. പക്ഷെ ഒന്നും രക്ഷപ്പെട്ടില്ല. വിലക്കയറ്റം കുതിച്ചുയർന്നു. സാങ്കേതികമായി ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയും. പാശ്ചാത്യ ഏജൻസികളും മാധ്യമങ്ങളും വെനസ്വേലയ്ക്കെതിരെ പടച്ചുവിടുന്ന നെഗറ്റീവ് പ്രചരണങ്ങൾ കൂടിയാകുമ്പോൾ വിപണിയിൽ നിന്നും ആത്മവിശ്വാസത്തിന്റെ ഒരു ചെറിയ കണിക പോലും അപ്രത്യക്ഷമായി. മഡുറോ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പൂർണ്ണമായും അർത്ഥത്തിൽ പാളിപ്പോയി. അതിനിടയ്ക്കാണ് ഈ കരിഞ്ചന്തയ്ക്കൊക്കെ അപ്പുറമായി ഡ്രഗ് ഡീലിങ്ങിന്റെ കാര്യങ്ങൾ കൂടി വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ തോതിൽ ഡ്രഗ്സ്, അതായത് ലഹരിക്കടത്ത് ഈ വെനസ്വേലയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. എന്തായാലും അമേരിക്ക ഒരു സൈനിക അറ്റാക്ക് നടത്തിയിരിക്കുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിനെ തന്നെ ബന്ധിയാക്കിയിരിക്കുന്നു. അമേരിക്കൻ ആധിപത്യമാണ്, അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഈ രീതികളെ നമുക്ക് ന്യായീകരിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ കമ്മികൾ പടച്ചുവിടുന്ന കഥകളെ പോലെ പുണ്യവാളനല്ല മഡുറോ എന്നതാണ് യാഥാർത്ഥ്യം. ഇനി കമ്മികളുടെ കള്ളക്കരച്ചിലിന്റെ ഒരു കഥ കൂടി പറയാതെ പോകാൻ പറ്റില്ല. കഴിഞ്ഞ 1.5 ആഴ്ച 2 ആഴ്ച മുൻപാണ് ബംഗ്ലാദേശിൽ ഒരു സാധാരണക്കാരായ ഹിന്ദു പയ്യനെ ആളുകൾ അതിഭീകരമായി മർദ്ദിക്കുകയും കെട്ടിത്തൂക്കി കത്തിച്ചു കൊല്ലുകയും ചെയ്തത്. അന്ന് ഈ നാട്ടിലെ കമ്മികളുടെ വായിൽ നാക്കുണ്ടായിരുന്നില്ല. അവർക്ക് സോഷ്യൽ മീഡിയയിലെ എഴുതാനുള്ള പേനയിൽ മഷി ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങ് വെനസ്വേലയിൽ ഇവരുടെ കൂട്ടാളിയായ മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ഇവരുടെ പേനയിൽ മഷി തിരിച്ചു വരികയും വായിലെ നാക്ക് തിരികെ വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സെലക്റ്റീവ് കള്ളക്കരച്ചിൽ, കമ്മികളുടെ ഈ കള്ളക്കരച്ചിൽ എന്തായാലും നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദി, നമസ്കാരം.